ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീഷോ ഹോളാണ്. മീഷോ നിന്നും 2 ഗൗൺസാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്കതിൻ്റെ റിവ്യൂ ആണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ തമ്പനയിൽ കണ്ടപ്പോഴത്തെ ആ 2 ഐറ്റംസാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. തികച്ചും അഫോർഡബിൾ റേറ്റിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു കിഡിലും 2 ഗൗൺസാണ് നമ്മൾ എടുത്തുള്ളത്. നമുക്ക് ഗൗൺസ് ആയിട്ട് യൂസ് ചെയ്യാം. നമുക്കത് ഒരു ടോപ്പ് ബേസിക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയുള്ളൊരു 2 ഡ്രസ്സുകളാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. അപ്പോൾ 2 ഡ്രസ്സുകളാണ് എൻ്റെ കയ്യിലുള്ളത്. നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് ബ്ലാക്ക് കളറിൽ ഈ സൈഡിൽ കാണിച്ചുള്ള പിക്ചറുള്ള ആ ഒരു ഡ്രസ്സാണ് എടുക്കുന്നത്. അതെനിക്ക് പിക്ചർ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ്. എനിക്ക് അങ്ങനത്തെ ഡ്രസ്സാണ് കൂടുതലായിട്ട് ഇഷ്ടം. വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കുറച്ച് തടിയൊക്കെ വെച്ച കാരണം വയറൊക്കെ കുറച്ച് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ഇവിടെ ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ആ ഒരു ഡ്രസ്സുകളാണ് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടം, ഇപ്പോൾ വെയർ ചെയ്യാനായിട്ട് ഇഷ്ടം കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് നോക്കി നോക്കാം. ആ ഒരു ഡ്രസ്സാണ് നമ്മൾ ഈ ഒരു സൈഡിൽ കാണിച്ചുള്ള പിക്ചറിലെ ഡ്രസ്സാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ 2 ഡ്രസ്സിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിൽ ഞാൻ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇത് നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ്. മെറ്റീരിയൽ നമുക്ക് മീഷോയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുക. എനിക്ക് വന്നത് കോട്ടൺ ആണ് കേട്ടോ. പ്യുവർ കോട്ടൺ ആണ് എനിക്ക് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു കളർ നമുക്ക് മീഷോയിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നേവി ബ്ലൂ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് വന്നത് പ്യുവർ ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്കിൽ ഈ ഒരു വൈറ്റ് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് നമുക്ക് വരുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ ഡ്രസ്സ്. ഇത് നമ്മുടെ ഈ കൈയിൻ്റെ ഭാഗം കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു. എനിക്ക് ആ കൈയിൻ്റെ ഈ ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചെറുതായിട്ട് പഫ് കാണുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു 4-5 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നല്ല ഭംഗിയായിട്ട് കിടക്കും. ഇതിങ്ങനെ വേറെ കഴിഞ്ഞത് അതേപോലെ ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു പഫ് പോലെ ഇവിടെ ഇതേപോലെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഒരു ഡ്രസ്സ് നിൽക്കുന്നത് അതുപോലെ ആയിട്ട് നമുക്ക് ഉണ്ടാവും. പിന്നെ നമുക്കിതിൻ്റെ റൗണ്ട് നെക്കിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. മീഡിയം സൈസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സൈസ് തൊട്ടിട്ട് XXL സൈസ് വരെ നമുക്കത് അവൈലബിൾ ആണ് നമ്മുടെ മീഷോയിൽ. ഇതിൻ്റെ റൗണ്ട് നെക്കാണ് വരുന്നത്. കറക്റ്റ് നെക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നമുക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ട്. നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൽ 3 ഷോ ബട്ടൺസ് ഉണ്ട്. വൈറ്റ് കളറിലാണ് നമുക്ക് ഈ ഒരു ഷോ ബട്ടൺസ് വരുന്നത്. ഷോ ബട്ടൺസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി എന്ന് പറയാൻ ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്കിതിപ്പോൾ അത് പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു വരണമെന്നില്ല കേട്ടോ. ഒന്നും കൂടി നമുക്കൊന്ന് ഇത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടൈറ്റ് ചെയ്തിട്ട് നൂലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒന്നും കൂടി കുറച്ച് കാലം കൂടി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്ന് പറയാന്നുണ്ടെങ്കിൽ ഇത് കുറച്ചിങ്ങനെ ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. നോക്കണം, അത്യാവശ്യം ഫ്ലെയർ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. കേട്ടോ, ഇങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇതേപോലെ ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ഒരു ഡ്രസ്സാണത്. ഇത് നമുക്ക് കുറവ് അത്യാവശ്യം കാഫ് ലെങ്ത്ത് വരാനുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇത് ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സിൽ വൈറ്റ് ഡിസൈനാണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് നമുക്കിതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ റേറ്റ് ഞാൻ എടുക്കുമ്പോൾ 320 രൂപയുടെ ഉള്ളിലായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് നമുക്ക് കുറവ് വരും. ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ക്യാഷ് ഓൺ ഡെലിവറിക്ക് വേറെ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു 10-15 രൂപയ്ക്ക് 20 രൂപയുടെ ഉള്ളിലൊക്കെ നമുക്ക് കുറഞ്ഞ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതായിരിക്കും ഒരു പക്ഷേ നമുക്ക് ഒരു 20 രൂപയ്ക്ക് നമ്മളൊരു 320 രൂപയുടെ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ 20 രൂപയും 300 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് വെയർ ചെയ്തിട്ടുള്ള വീഡിയോ കാണാം. വെയർ ചെയ്തിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കി നോക്കൂ കേട്ടോ. നെക്സ്റ്റ് ടോപ്പ് എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ട് വാഷ് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ധൈര്യമായിട്ട് നിങ്ങളോട് റിവ്യൂ പറയുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ പിക്ചറാണ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ കാണിച്ചിട്ടുള്ള പിക്ചറിലുള്ള ഡ്രസ്സാണ് നമ്മൾ ഈ ഒരു മേടിച്ചിട്ടുള്ളത് കേട്ടോ. ഇതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതും അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റയോണാണ് മെറ്റീരിയൽ എന്നാണ്. പക്ഷേ
എനിക്ക് വന്നത് കോട്ടൺ ആണ് കേട്ടോ. കോട്ടൺ ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ വാഷ് ചെയ്തപ്പോഴും വല്ലാണ്ട് ചുരുങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു പ്രാവശ്യം വാഷ് ചെയ്തിട്ടുള്ള ഡ്രസ്സാണത്. ഇതിൻ്റെ കളർ വരുന്നത് നമ്മൾ ലാവൻഡർ കളറിൽ വൈറ്റ് പ്രിന്റ് പോലത്തെ വൈറ്റ് ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇതൊരു പ്രിൻ്റാണ് കേട്ടോ. പ്രിൻ്റഡാണ് നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ ഈ ഒരു ഇത് വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ കൈ നമുക്ക് പഫൊന്നും വരുന്നില്ല കേട്ടോ. സാധാ ഒരു നോർമൽ കൈ 3/4 കൈയൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു ലെങ്ത്തിൽ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ സ്ലീവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് ഇത് റൗണ്ട് നെക്കിൽ നമുക്ക് ചെറുതായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു വി പോലത്തെ കുഞ്ഞൊരു വി വന്നിട്ടുള്ളൊരു നെക്കാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഇത് പറയുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് മീഡിയം സൈസാണ്. മീഡിയം സൈസ് എടുത്തെങ്കിൽ കൂടി എനിക്ക് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ഒരു ഡ്രസ്സാണ്. ഇതിനെ കാണിച്ചു തരാം. ഇത്രത്തോളം ഫ്ലെയർ ആയിട്ട് കിടക്കുന്നുണ്ട്. ഈ ഒരു ഡ്രസ്സ് കൊണ്ട് ഇത് ഇത്രത്തോളം ഫ്ലെയർ ആയിട്ട് കിടക്കുന്നുണ്ട്. നമുക്കിതൊരു മാക്സി ഡ്രസ്സ് എന്നൊക്കെ പറയാം. അങ്ങനെ ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഡ്രസ്സ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ വെയർ ചെയ്തിട്ടിരിക്കുന്ന വീഡിയോ സൈഡിൽ കൊടുത്തേക്കാം. ഈ ഡ്രസ്സ് വേണ്ടവർ, അതായത് ഈ ഒരു ഡ്രസ്സിന് നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് 352 രൂപയ്ക്കാണ് നമ്മളിത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 350 രൂപയ്ക്ക് 52 രൂപയ്ക്ക് തികച്ചും എഫോർഡബിൾ ആണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. നമുക്ക് നല്ല സുഖമാണ് ഇത് വെയർ ചെയ്യാനായിട്ട്, അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വാഷ് ചെയ്തതാണ്. എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളോട് പറയാം, എനിക്ക് വേറെ ഡാമേജും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഇതൊരു പ്രാവശ്യം വാഷ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് വേറെ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ വേറെ വീഡിയോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഒന്ന് കണ്ടു നോക്കിയൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ കുട്ടി മീഷോ റിവ്യൂ ആയിട്ട് വരാറുണ്ട്. ഞാൻ സ്കിൻ കെയർ ആയിട്ട് വരാറുണ്ട്. അങ്ങനെ ഓരോരോ ഫാമിലി വ്ളോഗായിട്ട് വരാറുണ്ട്. അങ്ങനെ കുട്ടി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്ക് നൽകിയൊക്കെ വന്ന് പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ.